ഹേ ഗായ്സ്, അപ്പോൾ തൃശ്ശൂർക്കാരനായിട്ട് പൂരച്ചമയം കാണാൻ വേണ്ടി വന്നില്ലേ മോശമല്ലേ? അത് കാരണം കൊണ്ട് ഞാൻ പാറമേക്കാവിന് ചമയം കാണാൻ വേണ്ടി എത്തിയേക്കാണ്. ഇവിടെ എത്തിയപ്പോഴാണെങ്കിൽ തീരെ തിരക്കില്ല. അപ്പോഴാണ് മനസ്സിലായത് നെയ്തിലക്കോ ഭഗവതി പൂര വിളംബരത്തിന് വേണ്ടിയിട്ട് വടക്കുന്നതിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അവിടെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോയേക്കാം. അങ്ങനെ ഞാൻ അകത്തേക്ക് കയറിയപ്പോൾ എല്ലാ കൊല്ലം സെറ്റ് ചെയ്യാറുള്ള പോലെ ഇക്കൊല്ലം പാറമേക്കാവിന്റെ ചമയം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നാളെ ഈ നെറ്റിപ്പൊട്ടൊക്കെ ഇട്ട് ഒരുങ്ങിയിട്ടായിരിക്കും പാറമേക്കാവിന്റെ ഗജവീരന്മാരുണ്ടായിരിക്കുക. അങ്ങനെ മുകളിൽ കയറി ചെന്നപ്പോഴാട്ടാ കണ്ണു നല്ല രീതിയിലുള്ള വെറൈറ്റി കൊടകൾ നിരത്തി വെച്ചാണ് കണ്ടത്. ഈ കൊടകൾ ഉണ്ടാക്കിയ സമ്മതിക്കണ്ടാ, കാരണം എല്ലാ കൊല്ലത്തുകളും വെറൈറ്റി ഐറ്റംസ് ഈ വട്ടം കയറിയിട്ടുണ്ട്. ഈ ഒരു കുട മണൽ കൊണ്ട് ഉണ്ടാക്കിയത് നമ്മൾ നിങ്ങൾ വിശ്വസിക്കുമോ? അന്ന് വിശ്വസിക്കണം. ഇതിന്റെ മുകളിൽ മൊത്തം മണൽ വെച്ച് സെറ്റ് ചെയ്തിട്ടാണ് ഈ കുട ഉണ്ടാക്കിയത്. ഈ കുട കണ്ടപ്പോ എന്റെ കണ്ണ് തള്ളിയിട്ടാ. നിങ്ങൾ എന്തായാലും ഈ ചമയത്തിന് വരാണെങ്കിൽ ഈ കുട ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലോട്ടം മണൽ കൊണ്ട് സെറ്റ് ചെയ്തേക്കുന്നത്. അങ്ങനെ ചമയം കണ്ടിറങ്ങിയിട്ട് റൗണ്ട് അടിക്കുമ്പോഴാണ് ഇക്കൊല്ലത്തെ പന്തലുകൾ കാണുന്നത്. സാധാരണ സാമ്പിൾ പഠിക്കേണ്ട അന്നാണ് കാണാറ്. ഈ വട്ടം സാമ്പിൾ ഇല്ലാത്ത കാരണം കൊണ്ട് ഇന്നാണ് കാണാൻ പറ്റിയത്. അങ്ങനെ ഞാൻ നേരെ എത്തിയത് തിരുവമ്പാടി ചമയം കാണാൻ വേണ്ടിയിട്ടാ. വന്ന് കയറി നേരെ കാണുന്നത് ശിവന്റെ തീമിലുള്ള തിരുവമ്പാടിയുടെ സ്പെഷ്യൽ കൂടെയാണ്. അങ്ങനെ അതും കണ്ട് നേരെ മുകളിലേക്ക് ചെന്നപ്പോഴാണ് ഗജവീരന്മാർക്കുള്ള നെറ്റിപ്പട്ടങ്ങൾ നേരെ ആയിട്ട് നിരത്തി വെച്ചാണ് കണ്ടത്. പിന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, സ്പെഷ്യൽ കൂടകളും അതിന്റെ വെറൈറ്റീസ് ഇറക്കാൻ വേണ്ടിയിട്ട് തിരുവമ്പാടിനെ വെല്ലാൻ വേണ്ടി വേറെ ആരും ഇല്ല എന്നുള്ളത്. അതേപോലെ തന്നെ അവരുടെ 3D വേർഷനിൽ വരുന്ന പല ടൈപ്പുള്ള വെറൈറ്റി കുടകൾ അവർ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തിരുവമ്പാടിയെ ചമയം കണ്ട് നേരെ പോയത് നെയ്തലക്കാവ് ഭഗവതിയുടെ മേളം കേൾക്കാനായിരുന്നു. അങ്ങനെ മേളം കഴിഞ്ഞപ്പോ പൂര വിളംബരം കാണാനായിട്ട് തെക്കേനടയിൽ ഒത്തുകൂടിയ തിരക്കാണിത്. എത്ര ചൂടുണ്ടെന്ന് പറഞ്ഞാലും തൃശ്ശൂർക്കാർക്ക് പൂരൊരു വികാരാന്ന് കാണുന്നുണ്ടെങ്കിൽ ഈ തിരക്കാണ് നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ നെയ്തിലക്കാവ് പകുതി തെക്കേനട തള്ളി തുറന്ന് തെക്കോട്ട് ഇറങ്ങി ഇക്കൊല്ലത്തെ പൂരത്തിനുള്ള തുടക്കം വെച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ പൂര വിശേഷങ്ങളായിട്ട് നാളെ ഞാൻ വരാം. അപ്പൊ ഫോളോ ചെയ്ത് വെക്കാൻ മറക്കണ്ട. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ.